Today we are doing Unit 9. The first one, writing letters. ഇതിൽ കുറേ സുപ്രധാനമായ കാര്യങ്ങൾ എസ്ഐസിന് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. റൈറ്റിംഗ് ലെറ്റേഴ്സ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റേഴ്സ്, പിന്നെ ബ്ലോഗ്സ് ഉണ്ട്, റെസ്യൂമേ ഉണ്ട്, കരിക്കുലം വിറ്റെ, മിനിറ്റ്സ്, മെമ്മോ റൈറ്റിംഗ്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു 2 ക്ലാസ്സിനുള്ളിൽ പഠിക്കാം. 25-ാം തീയതിക്ക് മുമ്പ് നമുക്ക് ഇതെല്ലാം ഞാൻ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So study everything and score high marks. So first of all, writing letters. Writing letters. A letter is an important means of communication in the workspace as well as in our personal lives. A letter is an important means of communication in the workspace as well as in our personal lives. നമ്മുടെ ജോലിയിടങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും സുപ്രധാനമായ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, കമ്മ്യൂണിക്കേഷൻ്റെ ഉപാധിയാണ്, മാർഗമാണ്. എ ലെറ്റർ, ഇറ്റ് ഈസ് എ റിട്ടൺ മെസ്സേജ്. ലെറ്റർ ഈസ് എ റിട്ടൺ മെസ്സേജ് ദാറ്റ് ക്യാൻ ബി ഹാൻഡ് റിട്ടൺ ഓർ പ്രിന്റഡ് ഓൺ എ പേപ്പർ. ലെറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഹാൻഡ് റിട്ടൺ, കൈകൊണ്ട് എഴുതിയതാകാം, ഓർ പ്രിന്റഡ് ഓൺ എ പേപ്പർ, ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുക്കുന്ന DTP ആയിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നതോ ആകാം. A letter is usually sent to the recipient via mail or posted in an envelope. ലെറ്റർ നമ്മുടെ റെസിപ്പിയൻറ്റിന് നമ്മൾ അയച്ചു കൊടുക്കുന്നത് മെയിൽ വഴി, ഇല്ലൻ്റ് അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ എൻവലപ്പിനുള്ളിൽ പേപ്പറിൽ എഴുതിയിട്ട് എൻവലപ്പിനുള്ളിൽ നിക്ഷേപിച്ചാണ് നമ്മൾ റെസിപ്പിയൻറ്റിന്, സ്വീകർത്താവിന് അയച്ചു കൊടുക്കുന്നത്. It is usually sent to the recipient via mail or posted in an envelope. Now that emails and text messages and other such forms have become the norm of communication, the art of writing letter has taken a back seat. ഇന്നത്തെ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ അവസ്ഥ എന്താ? Now that emails, നമ്മളിന്ന് കൂടുതൽ ആശ്രയിക്കുന്നത് ഇമെയിൽസിനെ ആശ്രയിക്കുന്നു, പിന്നെ വാട്സാപ്പിലും അതുപോലെ അല്ലാതെയുള്ള ടെക്സ്റ്റ് മെസ്സേജസ് ആൻഡ് അതർ സച്ച് ഫോംസ്, ഇൻസ്റ്റാഗ്രാമിലും മറ്റും മെസ്സേജസ് അയക്കാം, ചാറ്റ് ചെയ്യാം. ആൻഡ് സച്ച് അതർ ഫോംസ് ഹാവ് ബിക്കം നോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദേ ഹാവ് ബിക്കം ദി മീൻസ് ഓർ നോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇന്ന് ഈ ആധുനിക ലോകത്തിൽ, ഇൻ ദി പ്രസൻറ്റ് ഇലക്ട്രോണിക് ഏജ്, ദീസ് ഹാവ് ബിക്കം ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Emails, text messages and other such forms. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായതുകൊണ്ട് ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് ലെറ്റർ ഹാസ് ടേക്കൺ എ ബാക്ക് സീറ്റ്. പിന്നോക്കം പോയിരിക്കുന്നു. കൈകൊണ്ടൊരു കത്തെഴുതുക എന്നുള്ളത് പിന്നോക്കം പോയിരിക്കുന്നു. പഴയ രീതിയിൽ ഇല്ലൻ ലെറ്ററിലോ അല്ലെങ്കിൽ പോസ്റ്റ് കാർഡിലോ എൻവലപ്പിലോ നമ്മൾ കത്തെഴുതി പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി ഇന്ന് മാറിയിരിക്കുന്നു. However, even today a lot of communication, especially the formal kind of letter writing, is done. However, even today a lot of communication, especially the formal kind, is done via letters. ഇന്ന് നമ്മൾ അധികാരികൾക്കും അതുപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾക്കും അങ്ങനെയുള്ള ഫോർമൽ ലെറ്റേഴ്സ് അധികവും നമ്മൾ കൈകൊണ്ട് എഴുതി അയക്കുകയാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫോർമൽ ലെറ്റേഴ്സിന് ഇന്നും പ്രസക്തിയുണ്ട്. ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കുന്നത് ഇന്ന് ഇമെയിലുണ്ട്. എന്നിരുന്നാലും നമ്മൾ കൂടുതലും ഈ കത്തുകളെ ആശ്രയിക്കുന്നുണ്ട്. ഫോർമൽ ലെറ്റേഴ്സായിട്ട് പരാതികൾ അയക്കുന്നതായാലും ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക്, പത്രാധിപർ കത്ത് അയക്കുന്നതായാലും വി യൂസ് ദി ഫോർമൽ കൈൻഡ് ഓഫ് ലെറ്റേഴ്സ്, ഫോർമൽ പാറ്റേൺ ഓഫ് ലെറ്റേഴ്സ് വി യൂസ്. These letters are of 2 kinds. Letters can be broadly divided into 2. There are broadly 2 kinds of letters. വിശാലമായി 2 തരം കത്തുകളാണ് ഉള്ളത്. Namely, formal letters and informal letters. Which are the 2 types of letters? Which are the 2 kinds of letters? The 2 kinds of letters that we see today are formal letters and informal letters. ഔപചാരികമായ കത്തുകൾ, ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് ഇൻഫോർമൽ ലെറ്റേഴ്സ്. ഇൻഫോർമൽ ലെറ്ററിനൊരു വേറൊരു പേരുണ്ട്, ഫ്രണ്ട്ലി ലെറ്റർ എന്നൊരു പേരുണ്ട്. ഇൻഫോർമൽ ലെറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഫ്രണ്ട്ലി ലെറ്റർ. അങ്ങനെ 2 തരം കത്തുകളാണുള്ളത്. So first of all, we are taking into account formal letters. See, what do you mean by formal letters? These letters follow
a certain pattern and form. The formal letters have or formal letters follow a certain pattern and form. ഒരു കൃത്യമായ മാതൃകയും രൂപവും ഫോർമൽ ലെറ്റേഴ്സിനുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് അധികാരികൾക്കും ഉന്നത സ്ഥാനീയർക്കും ഒക്കെ നമ്മൾ എഴുതുന്നത്. ആ ഒരു രീതിയിലാണ്. They are strictly kept professional in nature and directly addresses the issue concerned. So in a formal letter, formal letters are strictly kept professional. They are strictly professional or kept professional in nature. സ്വഭാവത്തിൽ പ്രൊഫഷണൽ നേച്ചറാണുള്ളത്. ആൻഡ് directly addresses, formal letters directly address the issue concerned. പ്രശ്നം നേരിട്ട് മുഖവരയൊന്നുമില്ലാതെ വിശേഷണങ്ങളൊന്നും ചോദിക്കാതെ അങ്ങ് അവതരിപ്പിക്കുക ചെയ്യുന്നത്. എനി ടൈപ്പ് ഓഫ് ബിസിനസ് ലെറ്റർ ഓർ ലെറ്റർ ടു ദി അതോറിറ്റീസ്, എനി ടൈപ്പ് ഓഫ് ബിസിനസ് ലെറ്റർ. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ബിസിനസ് ലെറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. എനി ടൈപ്പ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് ഓർ ലെറ്റേഴ്സ് റിട്ടൺ ടു അതോറിറ്റീസ് ബിലോങ് ടു ദിസ് കാറ്റഗറി. ഈ ഒരു കാറ്റഗറി പെടുന്നതാണ്, ഫോർമൽ ലെറ്റേഴ്സിൻ്റെ കാറ്റഗറി പെടുന്നതാണ്. എല്ലാത്തരം ബിസിനസ് ലെറ്റേഴ്സും അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് കത്തെഴുതും. നിങ്ങളൊരു കത്തെഴുതുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഫോമാറ്റാണ്, അതിൻ്റെ പാറ്റേൺ, അതിൻ്റെ മോഡലാണ്. കാരണം ദി ഫോമാറ്റ് ഇറ്റ് സെൽഫ് ക്യാരീസ് സബ്സ്റ്റാൻഷ്യൽ മാർക്സ് ഇൻ ദി എക്സാമിനേഷൻ. കത്തിൻ്റെ ബോഡി നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാം, അത് അല്പം സ്വല്പം തെറ്റുണ്ടെങ്കിലും അത് ദേ ആർ പാർഡണബിൾ. പക്ഷേ ഫോമാറ്റ് വളരെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യം ആ ഫോമാറ്റ് ശരിക്കും ശ്രദ്ധിക്കുക. സോ ലെറ്റ് us see the format of formal letters. ഫോർമൽ ലെറ്റേഴ്സ്, ഔപചാരികമായ കത്തുകളുടെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് നോക്കൂ. ആദ്യം നമ്മുടെ പേപ്പറിൻ്റെ ഒന്നുകിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പിൽ മതി, അതുകൊണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പുമാകാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടോപ്പോ റൈറ്റ് ഹാൻഡ് സൈഡ് ടോപ്പിലോ. സെൻറ്റേഴ്സ് അഡ്രസ്, നമ്മുടെ അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമിന് നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ് ഓഫീസ് അങ്ങനെ എഴുതിയാൽ മതി. അല്ലാതെ വി ഷുഡ് നോട്ട് റിവീൽ അവർ ഐഡൻറ്റിറ്റി ഇൻ ദി എക്സാം പേപ്പർ. എക്സാം പേപ്പർ നമ്മുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് നമ്മളിങ്ങനെ സൂചിപ്പിക്കുക, നെയിം, ഹൗസ് നെയിം, സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, പ്ലേസ്, അങ്ങനെ ആ ഒരു സൂചനകൾ മാത്രം മതി. ആദ്യം എഴുതുന്നതിന് കോമകൾ മാത്രം, അവസാനം എഴുതുന്ന ആ നമ്മുടെ സെൻറ്റേഴ്സ് അഡ്രസ്സിൽ അവസാനം എഴുതുന്നതിനാണ് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ സെൻറ്റേഴ്സ് അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രം എന്ന് എഴുതാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യം ഫ്രം എന്ന് എഴുതുമ്പം ഫ്രം പിന്നീട് എഴുതുന്ന ടൂവിനൊന്നും പഞ്ച്വേഷൻ മാർക്സ് പാടില്ല. വി ഷുഡ് നോട്ട് യൂസ് പഞ്ച്വേഷൻ മാർക്സ് ഫോർ ഫ്രം ഓർ ടു. ചിലർ ഫ്രം എന്ന് എഴുതിയിട്ട് വലിയൊരു കോമായി ഇടും. അങ്ങനെ ഇടരുത്. ഫ്രമ്മിനും ടൂവിനും പഞ്ച്വേഷൻസ് വേണ്ട. ഫ്രം എന്ന് എഴുതിയിട്ട് സെൻറ്റേഴ്സ് അഡ്രസ്, അത് ഏറ്റവും താഴെ ഡേറ്റ് എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പം നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ അതിന് താഴെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ സെൻറ്റേഴ്സ് അഡ്രസ്സും ഡേറ്റും എഴുതിയാൽ ഈ റിസീവേഴ്സ് നെയിമും അഡ്രസ്സും പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. പേരല്ലെങ്കിൽ ഡെസിഗ്നേഷൻ, പദവി കാണും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് നമ്മൾ എഴുതേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതേണ്ടത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സെൻറ്റേഴ്സ് അഡ്രസ്സ് എഴുതുകയാണെങ്കിൽ പോലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടു എന്ന് എഴുതിയിട്ട്, റിമെമ്പർ ഫ്രം ആൻഡ് ടു ഡു നോട്ട് റിക്വയർ എനി പഞ്ച്വേഷൻ മാർക്സ് വേണ്ട. അപ്പോൾ നമ്മൾ ടു എന്ന് എഴുതിയിട്ട് അവിടെ എന്താ, റിസീവേഴ്സ് നെയിം ആൻഡ് അഡ്രസ്. എഡിറ്റർ ആണെങ്കിൽ ദി എഡിറ്റർ, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ദി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ദി ഹോണറബിൾ ഫുഡ് മിനിസ്റ്റർ ഓഫ് കേരള. അങ്ങനെ ആർക്കാണോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി ഓഫ് കേരള. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ദി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇൻ എ പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ദി SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. മിക്ക സ്റ്റേഷനിലും സർക്കിൾ ഇൻസ്പെക്ടർമാരാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. നേരത്തെ എല്ലാ സ്റ്റേഷനിലും സർക്കിളായിരുന്നു. ഇപ്പോൾ അതിന് കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറേ ഇടത്തൊക്കെ സബ് ഇൻസ്പെക്ടേഴ്സുമായിട്ടുണ്ട് SHOമാർ. അവരാണ് ഓഫീസിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷൻ്റെ. അപ്പോൾ എന്തായാലും ടു കഴിഞ്ഞ് റിസീവേഴ്സ് നെയിം ആൻഡ് അഡ്രസ്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉള്ളതുപോലെ അഡ്രസ്സ് എഴുതുക. ആർക്ക് എഴുതേണ്ടതെന്ന് കാണാം, അതുപോലെ അതിനെ നിന്ന് അടുത്ത അഡ്രസ്സ് എഴുതുക. അപ്പം അതിന് താഴെ നമ്മൾ ചേർക്കേണ്ടത് സല്യൂട്ടേഷനാണ്. സല്യൂട്ടേഷൻ, കോമ, സർ
ഇത്തിരി അടുപ്പമുള്ളവരാണെങ്കിൽ ഡിയർ സാർ, ഇപ്പം പ്രിൻസിപ്പലിനോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിനോ ഒക്കെ ആണെങ്കിൽ ഡിയർ സാർ എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സാർ, റെസ്പെക്റ്റഡ് മേഡം, റെസ്പെക്റ്റഡ് സാർ ഓർ റെസ്പെക്റ്റഡ് മേഡം, അങ്ങനെ അതാണ് സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത്. സല്യൂട്ടേഷൻ ആ സാർ എന്ന് എഴുതിയാലും ഡിയർ സാറോ റെസ്പെക്റ്റഡ് സാറോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് കോമ ഉപയോഗിക്കാം. അതിന് താഴെ സബ്ജക്റ്റ്, സബ്ജക്റ്റ് എന്നുള്ളതിന് SUB എന്ന് എഴുതിയിട്ട് കോളൻ ഉപയോഗിച്ചാലും മതി. SUB കോളൻ, അത് എന്താണ് വിഷയമെന്ന് സൂചിപ്പിക്കണം, എന്താണ് വിഷയമെന്ന് സൂചിപ്പിക്കണം സബ്ജക്റ്റ് എന്ന് എഴുതിയിട്ട്. വിഷയം എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പം സബ്ജക്റ്റ് എന്ന് എഴുതിയിട്ടാണല്ലോ കോളൻ ഇടുന്നത്. നമ്മൾ എഴുതുമ്പോൾ 2 ലൈനായാൽ രണ്ടാമത്തെ ലൈനാ സബ് എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ വരാൻ പാടില്ല, കോളൻ കഴിഞ്ഞിട്ട് നിൽക്കണം. എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ മൂന്നാമതൊരു ലൈൻ കൂടി എടുക്കാം സബ്ജക്റ്റിന് വേണ്ടിയിട്ട്, അതും കോളൻ കഴിഞ്ഞിട്ട് നിൽക്കണം. അത് കഴിഞ്ഞിട്ടാണ് സുപ്രധാനമായ ഭാഗം ബോഡി ഓഫ് ദി ലെറ്റർ. ബോഡി ഓഫ് ദി ലെറ്റർ വേണമെങ്കിൽ 2 പാരഗ്രാഫോ 3 പാരഗ്രാഫോ ഒക്കെ എഴുതാം. 2 പാരഗ്രാഫോ 3 പാരഗ്രാഫോ 1 പാരഗ്രാഫ് ആയാലും മതി. നിങ്ങളുടെ 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു 3 പാരഗ്രാഫ് എഴുതണം. ആദ്യത്തെ പാരഗ്രാഫിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമ്മൾ അധികാരികൾക്കോ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾക്കാണല്ലോ എഴുതുന്നത്. അതാണല്ലോ റെസ്പെക്റ്റഡ് സാറിനോ മേഡോ ഒക്കെ വിളിച്ച് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത്, ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പം ബോഡി ഓഫ് ദി ലെറ്ററിൽ യു ഷുഡ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് മെൻഷൻ റെഫറൻസ് ലെറ്റർ ഇഫ് എനി. ഇത് എഴുതാൻ പ്രേരിപ്പിക്കാൻ നേരത്തെ ഏതെങ്കിലും നമ്മൾ കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കത്തിനെ കുറിച്ച് സൂചിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കത്തിനുള്ള മറുപടിയാണെങ്കിൽ ആ കത്തിൻ്റെ സൂചനയും കൊടുക്കണം. എന്തായാലും ബോഡി ഷുഡ് ബി, ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന മാറ്ററാണ്, കണ്ടൻ്റാണ്. ആ കണ്ടന്റ് മേക്ക് ഇറ്റ് ആസ് ബ്രീഫ് ആസ് പോസിബിൾ. മേക്ക് ദി ബോഡി ആസ് ബ്രീഫ് ആസ് പോസിബിൾ. കഴിയുന്നിടത്തോളം ചെറുതായിട്ട് ചുരുക്കി നമ്മൾ എഴുതാവൂ. എന്നിട്ട് അതിന് താഴെ നമ്മൾ അഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സാധാരണ ഇതിൽ പേപ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ താഴെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എഴുതുന്നത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി ആകാം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആകാം. സാധാരണ അതാ ഉപയോഗിക്കുന്നത്, യുവേഴ്സ് ട്രൂലി ഓർ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതിയിട്ട് നൈമിന് മുകളിലാണ് പലരും എഴുതുന്നത്. നൈം എഴുതിയിട്ട് താഴെയാണ് സിഗ്നേച്ചർ. അങ്ങനെയല്ല, നൈമിൻ്റെ മുകളിൽ സിഗ്നേച്ചർ നിൽക്കണം. നൈമിൻ്റെ മുകളിൽ സിഗ്നേച്ചർ നിൽക്കണം. സോ ദിസ് ഈസ് ദി ഫോമാറ്റ്. ഈ ഫോമാറ്റ് ശരിക്കും ഒന്ന് പഠിച്ചു വയ്ക്കുക. ബിക്കോസ് ഫോം ഇറ്റ് സെൽഫ് ക്യാരീസ് സബ്സ്റ്റാൻഷ്യൽ മാർക്സ് ഇൻ യുവർ എക്സാം. റിമെമ്പർ ദാറ്റ്. ഇനി ഒരു മോഡൽ ക്വസ്റ്റ്യൻ. റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ എന്ന് പറയുന്നത്, ഇന്ന ദ ഹിന്ദു എന്നോ അല്ലെങ്കിൽ ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്നോ ദി ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ എഡിറ്ററിനൊരു കത്തെഴുതണം. കംപ്ലൈനിങ് അബൌട്ട് ദി കൺസ്ട്രക്ഷൻ വർക്ക്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ഡ്യൂറിങ് മൺസൂൺ. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ റോഡുകളുടെ പണി ഒക്കെ നടത്തുന്നത് ഈ മൺസൂൺ സീസണിലാണ്, മഴയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ റോഡെന്ന് പറയുന്നത് ചെളിക്കുളമായി മാറും. ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാകും. ആളുകളുടെ ദേഹത്ത് ചെളി തെറിക്കും. 2 വീലറൊക്കെ തെന്നി സ്ലിപ്പ് ചെയ്ത് വീഴും. 4 വീലർ പോലും പോകാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ അത് പുതഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കംപ്ലൈനിങ് അബൌട്ട് ദി construction activities in your locality during monsoon which is causing great inconvenience to the residents. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, അവിടുത്തെ റെസിഡൻസിന് താമസക്കാർക്ക് ദി കൺസ്ട്രക്ഷൻ വർക്ക് ഈസ് കോസിങ് എ ലോട്ട് ഓഫ് ഇൻകൺവീനിയൻസസ്. അതിനെക്കുറിച്ച് പത്രാധിപർക്ക് കത്തെഴുതുക. പത്രാധിപർക്ക് കത്തെഴുതുക എന്ന് പറഞ്ഞാൽ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. PWD അതോറിറ്റീസിൻ്റെയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റീസിൻ്റെയോ ആരാണ് ഈ പണിയെടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ എഡിറ്റേഴ്സിൻ്റെ കത്തെഴുതുന്നത്. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? പേപ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പ് എന്താ എഴുതേണ്ടത്? സെൻറ്റേഴ്സ് അഡ്രസ്. സെൻറ്റേഴ്സ് അഡ്രസ് എന്ന് പറയുമ്പോൾ നെയിം, ഹൗസ് നെയിം, സ്ട്രീറ്റ് ഉണ്ടെങ്കിൽ അത് സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, പ്ലേസ്, ഡേറ്റ് കൂടെ അവിടെ കൊടുക്കണം. ഡേറ്റ് ഫുൾ സ്റ്റോപ്പ്, അവസാനം മതി. അതുവരെയുള്ളതിന് കോമ, ഡേറ്റ് കഴിഞ്ഞ ഉടനെ ഫുൾ സ്റ്റോപ്പ് ഇടുക. നമ്മളൊരു ഫിക്ഷ്യസ് ആയിട്ടുള്ളൊരു പത്രത്തിൻ്റെ ഉള്ള പത്രമാണെങ്കിൽ നമ്മൾ ഇത് ഹിന്ദുന്നോ ഇന്ത്യൻ എക്സ്പ്രസ്ന്നോ അങ്ങനെ എഴുതാം. നമ്മൾ ദി എഡിറ്റർ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഹിന്ദുസ്ഥാൻ ടൈംസ്, മെയിൻ സ്ട്രീറ്റ് മുംബൈ, ഇതൊക്കെ ഫിക്ഷ്യസിൻ്റെ അഡ്രസ്സാണ്. മെയിൻ സ്ട്രീറ്റ് മുംബൈ എന്ന് എഴുതുന്നു. ഇനി സല്യൂട്ടേഷൻ, അഭിസംബോധന,
അഭിസംബോധന സർ എന്നാണല്ലോ ചെയ്യേണ്ടത്. ഡിയർ സർ എന്ന് പറയാൻ അത്രയ്ക്ക് നമുക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല, അതുകൊണ്ട് സർ എന്ന് വെച്ചാൽ മതി. പിന്നെ സബ്ജക്റ്റ് SUB എന്ന് എഴുതി കോളൻ ഇട്ടിട്ട് നമ്മൾ എഴുതുന്നു. കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ അവർ ലൊക്കാലിറ്റി ഡ്യൂറിങ് മൺസൂൺ സീസൺ റിഗാർഡിങ് കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ അവർ ലൊക്കാലിറ്റി ഇൻ അവർ ഏരിയ ഡ്യൂറിങ് മൺസൂൺ സീസൺ റിഗാർഡിങ്. സോ ദാറ്റ് ഈസ് ദി സബ്ജക്റ്റ്. അതാണ് നമ്മുടെ വിഷയം, അത് എഴുതുന്നു. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ ലെറ്റർ. എഴുതി തുടങ്ങുന്നു. ത്രൂ യുവർ എസ്റ്റീംഡ് ഡെയിലി. നമ്മളൊന്ന് പുകഴ്ത്തണം. എസ്റ്റീംഡ് മീൻസ് റെപ്യൂട്ടഡ്, പ്രശസ്തിയുള്ള എന്നർത്ഥം. ത്രൂ യുവർ എസ്റ്റീംഡ് ഡെയിലി ഐ വിഷ് ടു ഇൻഫോം ദി മുനിസിപ്പൽ അതോറിറ്റീസ്. ഇവിടെ പണി നടത്തുന്നത് മുനിസിപ്പൽ അതോറിറ്റീസാണ്. മുനിസിപ്പൽ അതോറിറ്റീസിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഓഫ് ദി ഡിഫിക്കൽറ്റീസ് of the residents of my locality are facing due to the construction and repair work currently happening in our area. I wish to inform through your esteemed daily, I wish to inform the municipal authorities of the difficulties, പ്രയാസങ്ങൾ of the residents of my locality. എൻ്റെ പ്രദേശത്തെ, എൻ്റെ ഏരിയയിലെ താമസക്കാരുടെ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ആർ ഫേസിങ് ഡ്യൂ ടു ദി കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്പയർ വർക്ക് കറൻ്റ്ലി ഹാപ്പനിങ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ റിപ്പയർ വർക്ക് കാരണം എൻ്റെ നാട്ടിലെ റെസിഡൻസ് അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കും. മൺസൂൺ സീസൺ ഹാസ് സ്റ്റാർട്ടഡ് എ ഫ്യൂ ഡേയ്സ് എഗോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, 2 ആഴ്ചയ്ക്ക് മുമ്പ് മൺസൂൺ സീസൺ തുടങ്ങി. ജൂൺ 2 തന്നെ മൺസൂൺ സീസൺ തുടങ്ങി. Monsoon season has started a few days ago and it has worsened our problems. ഈ മൺസൂൺ സീസൺ അതിനു മുമ്പ് തന്നെ വേനൽക്കാലത്ത് തന്നെ പ്രശ്നമായിരുന്നു, പൊടിയും ബഹളവും ഒക്കെ ആയിരുന്നു. ഇപ്പം മഴക്കാലമായപ്പോഴത്തേക്ക് ഈ പൊടി എന്ന് പറയുന്നത് ഈ ചെളിക്കുണ്ടായി മാറി. ചിലപ്പോൾ വെള്ളം, റോഡ് നിറയെ വെള്ളമായി മാറുന്നു, പ്രളയമായി മാറുന്നു. എല്ലാം കൊണ്ടും പ്രയാസമാണ്. ഇറ്റ് ഹാസ് വർസൻഡ് അവർ പ്രോബ്ലംസ്. ഞങ്ങളുടെ പ്രോബ്ലംസിനെ എന്ത് ചെയ്ത് വർസൻ ചെയ്തിരിക്കുന്നു, വളരെ വളരെ മോശമാക്കിയിരിക്കുന്നു. ദ റിപ്പയർ വർക്ക് ഹാസ് ബീൻ ഓൺ ഗോയിങ് ഓവർ 5 weeks നൗ. ഒന്നിലേയും തുടങ്ങിയതല്ല, 5 ആഴ്ചയായിട്ട്, 1 മാസത്തിലേറെ ആയിട്ട് റിപ്പയർ വർക്ക്, 1.25 മാസമായിട്ട് റിപ്പയർ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വിത്ത് ദി പ്രസൻറ്റ് വെതർ കണ്ടീഷൻ വി ആർ ഹാവിങ് പെർസിസ്റ്റൻ്റ് പ്രോബ്ലംസ് ഓഫ് വാട്ടർ ലോഗിങ്. വെള്ളം ചെളിക്കുണ്ടായി മാറുന്നതിനാണ്, ചെളിയും വെള്ളവും കൂടെ മിക്സ് ചെയ്യുന്നതിനാണ് വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചെളിക്കുണ്ടായി മാറിയിരിക്കുന്ന റോഡ്, അത് മാത്രമല്ല ഫ്ലഡിങ് ഇൻ അവർ ഏരിയ. പലപ്പോഴും ഈ ഒരു പ്രളയം പോലെ ഉണ്ടാകുന്നു. വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുന്നത് കൊണ്ട് കോസസ് ഫ്ലഡിങ്. ഇറ്റ് കോസസ് ഫ്ലഡിങ് ഓൾസോ ഇൻ അവർ ഏരിയ. നെതർ വറീസ് ദി ആക്സിഡൻസ് ഒക്കെ ഡ്യൂ ടു ദി ഡെബ്രിസ് ആൻഡ് മഡ് ലൈങ് അറൗണ്ട് ദി റോഡ്. മറ്റൊരു പ്രശ്നം, ഞങ്ങളുടെ ഒരു തീവ്രമായ പ്രശ്നം, ദിവസേന ആക്സിഡൻസ് ഉണ്ടാകും. 2 വീലേഴ്സ് എല്ലാം തന്നെ മറിഞ്ഞ് വീഴുന്നു. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദി ഡെബ്രിസ് കൊണ്ട്, വേസ്റ്റ് പാർട്ടിക്കിൾസും മഡും ലൈങ് അറൗണ്ട് ദി റോഡ്. പിന്നെ ഡെങ്കു ഫീവർ പോലുള്ള ഫീവറും ഉണ്ടാകുന്നു ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട്. കൊതുകുകൾ പെറ്റുപെരുകുന്നു. ഈഡിസ് ഈജിപ്തി പോലുള്ള കൊതുകുകൾ പെറ്റുപെരുകുന്നു. ഡിസീസസ് കോസ്ഡ് ഡ്യൂ ടു ദി വാട്ടർ ലോഗിങ് are neither of our concerns. So diseases caused due to the water logging are neither of our concerns. Therefore I wish to, the last paragraph added, therefore I wish to draw the attention of the authorities. I wish to draw the attention of the authorities concerned. ബന്ധപ്പെട്ട അധികാരിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്കാണ് എന്തിനാ? to resolve the matter at the earliest. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ, റിസോൾവ് ചെയ്യുന്നതിലേക്ക് അധികാരികളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താഴത്തെ ലൈനിൽ താങ്കിങ് യു എഴുതിയിട്ട് പേപ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ താഴെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ. എഡിറ്റർക്കാണല്ലോ, നമുക്ക് പരിചയമില്ലാത്ത ആളാണല്ലോ, അതുകൊണ്ട് യോസ് ഫെയ്ത്ത്ഫുള്ളി താഴെ നൈം, അതിന് മുകളിൽ സൈൻഡ് എന്നോ സിഗ്നേച്ചർ എന്നോ എഴുതി നിർത്തുക. ഇതാണ് ഒരു മോഡൽ. അപ്പോൾ ഇങ്ങനെ എന്ത് ചോദിച്ചാലും നമ്മളൊരു ബോഡി നിർമ്മിച്ച് ഫോമാറ്റ് ശരിയാക്കിക്കൊണ്ടൊരു ബോഡി നിർമ്മിക്കണം. ഇനി now let us discuss informal letters or friendly letters. എന്താണ് informal letters? Informal letters are personal letters.
these are personal letters. They need not follow any set pattern or adhere to any formalities. അപ്പോൾ ഫ്രണ്ട്സിനും മിത്രങ്ങൾക്കും ഇൻഫോർമൽ ലെറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ലെറ്റേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് they are letters written to our friends and relatives. നമ്മുടെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും എഴുതുന്ന കത്തുകളാണ്. അതുകൊണ്ട് തന്നെ they need not follow any set pattern. നമ്മുടെ ഫോർമൽ ലെറ്ററിനെ പോലെ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും വേണ്ട. ആൻഡ് adhere to any formalities. Adhere means follow any formalities. ഒരു ഫോർമാലിറ്റീസും പാലിക്കേണ്ട കാര്യമില്ല. They contain personal information. ഇങ്ങനെയുള്ള കത്തുകളിൽ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും നമ്മൾ എഴുതുന്നത്. So we are writing personal information. We are giving personal information through informal letters. Informal letters are generally written to friends, acquaintances, relatives, etc. ഫ്രണ്ട്സിന് അല്ലെങ്കിൽ അക്വൈൻറ്റൻസസ്, പരിചയക്കാർ, അക്വൈൻറ്റൻസസ് ഓർ റിലേറ്റീവ്സ്, ബന്ധുക്കൾ, അവർക്ക് എഴുതുന്നതാണ് ഫ്രണ്ട്ലി ലെറ്റർ. അപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് ഒരു പ്രധാനപ്പെട്ട ഫോമാറ്റ് ഇല്ലെന്നുണ്ടെങ്കിലും നമുക്കൊരു ചെറിയ ഫോമാറ്റ് ആദ്യം പേപ്പറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലാകാം. സെൻറ്റേഴ്സ് അഡ്രസ്, നമ്മുടെ അഡ്രസ്സ് ഒന്ന് സൂചിപ്പിക്കണം, പ്രസൻറ്റ് അഡ്രസ്. സെൻറ്റേഴ്സ് അഡ്രസ്, അതിന് താഴെ ഡേറ്റ്, അതിന് താഴെ ഡേറ്റ്. പിന്നെ ആർക്കാണ് എഴുതുന്നത് എന്നുള്ള ടു വേണ്ട. മറ്റേ ഫ്രമും വെക്കേണ്ട കാര്യമില്ല, ഫ്രമും വെക്കേണ്ട. നമ്മൾ ഫ്രം വെക്കാതെ തന്നെ നമ്മൾ പേപ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ സെൻറ്റേഴ്സ് അഡ്രസ്സ് എഴുതി ഡേറ്റ് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. പിന്നെ സല്യൂട്ടേഷൻ മതി. ആർക്കാണ് എഴുതുന്നതൊക്കെ പിന്നീട് നമ്മൾ എഴുതും, ഒരു ബോക്സിനകത്ത് എഴുതും. സല്യൂട്ടേഷൻ എന്നോ ഡിയർ സാറോ റെസ്പെക്റ്റഡ് സാറോ ഓണറബിൾ ചീഫ് ജസ്റ്റിസോ ചീഫ് സെക്രട്ടറി അങ്ങനെയൊന്നും അല്ല. പിന്നെന്താണ് ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഡിയർ പേര് നമ്മൾ എക്സാമിന് പെർമിസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിയർ ഫ്രണ്ട് എന്നായിരിക്കും എഴുതുന്നത്. ഡിയർ ഫ്രണ്ട് നമ്മൾ അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട് എന്നാക്കാം, മൈ ഡിയർ ഫ്രണ്ട് ഓർ ഡിയർ ഫ്രണ്ട്. അത് കഴിഞ്ഞ് കോമ എന്ന് പറയുന്ന പങ്ക്ച്വേഷൻ വേണം. അതിന് താഴെ ബോഡി ഓഫ് ദി ലെറ്ററാണ്, കത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. 1, 2, 3 പാരഗ്രാഫ് എഴുതാം. ബോഡി ഓഫ് ദി ലെറ്റർ. ബോഡി എന്ന് പറയുമ്പോൾ മറ്റേതുപോലെ കാര്യമാത്ര പ്രസക്തമായിട്ടൊന്നും എഴുതണ്ട. യൂസ് ദി ഇൻഫോർമൽ സ്റ്റൈൽ. യു ക്യാൻ യൂസ് ദി ഇൻഫോർമൽ സ്റ്റൈൽ വൈ റൈറ്റിംഗ് ദി ബോഡി. പിന്നെ അവസാനമായിട്ടുള്ള കോംപ്ലിമെൻറ്റിങ് ക്ലോസ്, അവസാനിപ്പിക്കലാണ്. അവസാനിപ്പിക്കൽ എന്ന് പറയുന്നത് യൂസ് സിൻസിയർലി ഉപയോഗിക്കുക. ഏതുതരം കത്തിനും ഉപയോഗിക്കാവുന്നതാണ്. യൂസ് സിൻസിയർലി. റിലേറ്റീവ്സിനാണെങ്കിൽ യോസ് അഫെക്ഷനേറ്റ്ലി. യോസ് എന്ന ഫോമലി ഇൻഫോർമൽ എഴുതുമ്പം അപ്പോസ്ട്രോഫി ഒന്നും ഇടരുത്. YOURS അങ്ങ് നിരത്തി എഴുതുകയേ വേണ്ടു. യോസ് അഫെക്ഷനേറ്റ്ലി എന്ന് എഴുതുന്നത് നമ്മുടെ റിലേറ്റീവ്സിന് എഴുതുമ്പം, അല്ലെങ്കിൽ സിൻസിയർലി എഴുതാം. ഫ്രണ്ട്സിനാണെങ്കിൽ ഫ്രണ്ട്ലി എന്ന് സൂചിപ്പിക്കാം. എന്നാലും എല്ലാത്തിനും പൊരുത്തപ്പെടുന്ന യോസ് സിൻസിയർലിയാണ്, അത് എഴുതുന്നത് നല്ലത്. അതാണ് ഒരു കോംപ്ലിമെൻറ്റിങ് ക്ലോസ്. പിന്നെ നൈം ഓഫ് ദി സെൻറ്റർ, അവസാനം പേപ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ താഴെ നൈം ഓഫ് ദി സെൻറ്റർ. പേര് മാത്രം എഴുതിയാൽ മതി, ഒപ്പൊന്നും വേണ്ട. സിഗ്നേച്ചർ ഒന്നും ഇടേണ്ട കാര്യമില്ല, ഒപ്പൊന്നും ഇടേണ്ട കാര്യമില്ല. കാരണം അത്രയും പേഴ്സണലായിട്ടുള്ള ഇൻഫോർമലായ ലെറ്റർ ആണല്ലോ, അതുകൊണ്ട്. പിന്നെ ദി റിസീവേഴ്സ് അഡ്രസ് മേ ബി ഗിവൺ ഇൻ എ ബോക്സ്. എന്നിട്ട് താഴെ എവിടെയെങ്കിലും റിസീവേഴ്സ് അഡ്രസ്സ്, നമ്മുടെ സ്വീകർത്താവിൻ്റെ അഡ്രസ്സ്, ആർക്കാണ് എഴുതുന്ന അതിലെ അഡ്രസ്സ് ഒരു ബോക്സിനുള്ളിൽ എഴുതാം. അത് നമ്മൾ എഴുതേണ്ടത് ബോക്സിനുള്ളിൽ, ബോക്സ് പിന്നീട് നിർമ്മിച്ചാൽ മതി. നമ്മൾ 2 ഇത് എഴുതിയിട്ട് 2-നും നേരത്തെ പറഞ്ഞല്ലോ ഫ്രമിനും 2-നും പഞ്ച്വേഷൻ മാർക്സ് പാടില്ല എന്ന്. 2 എന്ന് എഴുതിയിട്ട് ഫ്രണ്ടിൻ്റെ പേരൊന്നും എഴുതേണ്ട. നൈം, ഹൗസ് നൈം, സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, പ്ലേസ് അങ്ങനെ എഴുതി ഒരു ബോക്സ്, ഒരു സ്ക്വയർ ബോക്സ് അങ്ങ് നിർമ്മിക്കുക. സ്ക്വയർ ബോക്സ് നിർമ്മിക്കുക. അതിലാണ് നമ്മൾ സ്വീകർത്താവിൻ്റെ കാര്യങ്ങൾ എഴുതുന്നത്. ഏതിനാ? ഇൻഫോർമൽ ലെറ്റേഴ്സിന്, അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റേഴ്സിന്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്റേഴ്സിന്. ഇനി നമുക്കൊരു മോഡലൂടെ നോക്കാം അതിൻ്റെ. വി ക്യാൻ സീ, ലെറ്റ് us see a model of personal letters. So let us see a model. Your friend invites you to spend the summer vacation with him. നിങ്ങളുടെ സുഹൃത്ത് സമ്മർ വെക്കേഷൻ അവനോടൊപ്പം ചിലവഴിക്കാൻ അല്ലെങ്കിൽ അവളോടൊപ്പം ചിലവഴിക്കാനായിട്ട് വിളിക്കുന്നു. റിപ്ലൈ ടു ഹിം ഓർ ഹെർ saying that
You are unable to accept the invitation. നിങ്ങൾക്ക് ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കത്തെഴുതി. സോ റിപ്ലൈ ടു ഹിം ഓർ ഹെർ ദാറ്റ് യു ആർ അണേബിൾ ടു അക്സെപ്റ്റ് ദ ഇൻവിറ്റേഷൻ. യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ആൻ ഓൾ ഇന്ത്യ കോമ്പറ്റീറ്റീവ് എക്സാം. You have to prepare for an all India competitive test during the holidays. ഈ സമ്മർ ഹോളിഡേയ്സിൽ നിങ്ങൾക്ക് ബാങ്ക് പ്രൊബേഷണറി ഓഫീസേഴ്സിൻ്റെ ഒരു എക്സാം ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം. ഓഫീസർ പോസ്റ്റിലെ ഒരു എക്സാം, ബാങ്ക് പ്രൊബേഷണറി ഓഫീസേഴ്സ് അവരെയാണ് അസിസ്റ്റൻറ്റ് മാനേജറായിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സാം വരുന്നുണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇത് പേഴ്സണൽ ലെറ്ററാണല്ലോ, കൂട്ടുകാരൻ്റെ എഴുതുമ്പോൾ നമ്മളതിൻ്റെ എക്സ്ക്യൂസൊക്കെ വളരെ വരാൻ കഴിയാത്തതിൻ്റെ സാഹചര്യമൊക്കെ വ്യക്തമാക്കണം. അപ്പം ആദ്യം എന്താ വേണ്ടത്? പേപ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ആകാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ആകാം. അഡ്രസ്സ് എന്നങ്ങ് എഴുതിയാലും മതി. അഡ്രസ്സ് അല്ല, നിങ്ങൾ നെയിം, ഹൗസ് നെയിം, പ്ലേസ് അങ്ങനെ നീട്ടി എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ അഡ്രസ് കോമ ഡേറ്റ് ഫുൾ സ്റ്റോപ്പ്. ഇനി വേണ്ടത് സല്യൂട്ടേഷനാണ്, നമ്മുടെ ഗ്രീറ്റിംഗ് ആണ്. കൂട്ടുകാരനെ എഴുതുന്നത് അല്ലെങ്കിൽ കൂട്ടുകാരിക്കാണ്. മൈ ഡിയർ ഫ്രണ്ട് വയ്ക്കാമല്ലോ. അങ്ങനെ മൈ ഡിയർ ഫ്രണ്ട് എന്നായാലും മതി. മൈ ഡിയർ ഫ്രണ്ട്, മെനി താങ്ക്സ് ടു യുവർ കൈൻഡ് ലെറ്റർ ഇൻവൈറ്റിംഗ് മീ ടു സ്പെൻഡ് ദി സമ്മർ വെക്കേഷൻസ് ഓർ സമ്മർ ഹോളിഡേയ്സ് വിത്ത് യു ഇൻ തിരുവനന്തപുരത്ത് നീ താമസിക്കുന്ന തിരുവനന്തപുരത്ത് സമ്മർ ഹോളിഡേയ്സ് ചെലവഴിക്കാൻ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി. മെനി താങ്ക്സ് ടു യുവർ കൈൻഡ് ലെറ്റർ ഇൻവൈറ്റിംഗ് മീ ടു സ്പെൻഡ് the summer holidays with you in Thiruvananthapuram. You know that I love to be with you and your parents, and that I have always been fond of staying in Thiruvananthapuram. നിനക്കറിയാമല്ലോ, എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. You know that I love to be with you and your parents. നിന്നോടൊപ്പം നിൻ്റെ പേരൻസിനോടൊപ്പം കുറച്ച് ദിവസം താമസിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. എനിക്കത് വളരെ ഇഷ്ടവുമാണ്. ആൻഡ് ഐ ഹാവ് ഓൾവേസ് ബീൻ ഫോണ്ട് ഓഫ് സ്റ്റേയിങ് ഇൻ തിരുവനന്തപുരം എനിക്ക് എന്നും ഒരു ഫാസിനേഷനാണ്. തിരുവനന്തപുരത്ത് താമസിക്കാൻ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇഫ് യുവർ ഇൻവിറ്റേഷൻ ഹാഡ് കം അറ്റ് അനദർ ടൈം ഐ വുഡ് സെർട്ടൻലി ഹാവ് അക്സെപ്റ്റഡ് ഇറ്റ് അറ്റ് വൺസ്. ഈ സമ്മർ വെക്കേഷൻ അല്ലാതെ ഓണം ഡേയ്സിലോ അല്ലെങ്കിൽ ക്രിസ്മസ് ഹോളിഡേയ്സിനോ കാണും നിൻ്റെ ക്ഷണം ഉണ്ടായിരുന്നു. അതിനെ എപ്പോഴും തന്നെ സ്വീകരിച്ചേനെ. പിറ്റേന്ന് ഞാൻ പുറപ്പെട്ടേനെ, അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ ഒക്കുന്നിൽ പുറപ്പെട്ടേനായിരുന്നു. കത്ത് കിട്ടി അന്ന് തന്നെ ഞാൻ പുറപ്പെട്ടേനായിരുന്നു. ഇഫ് യുവർ ഇൻവിറ്റേഷൻ ഹാഡ് കം അറ്റ് സം അതർ ടൈം ഐ വുഡ് സെർട്ടൻലി ഹാവ് accepted it at once. But I have to set apart the summer vacation to prepare for an all India competitive test. പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്ക് ഈ സമ്മർ വെക്കേഷനിൽ ഓൾ ഇന്ത്യ കോമ്പറ്റീറ്റീവ് ഇത് കഴിഞ്ഞാൽ അടുത്ത മാസം എക്സാമാണ്. അപ്പോൾ ഈ സമ്മർ വെക്കേഷൻ എനിക്ക് ഓൾ ഇന്ത്യ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി ഓൾ ഇന്ത്യ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. സെറ്റ് അപ്പാർട്ട് മാറ്റിവെക്കുക. But I have to set apart the summer vacation, summer holidays to prepare for an all India competitive test. The competitive exam for the post of officers in the SBI, State Bank of India, SBI, is scheduled for the last week of May. May അവസാനമുണ്ട്. നമുക്കിപ്പം സമ്മർ വെക്കേഷനാണ്, മാർച്ച് മുതൽ മെയ് അവസാനമാണ് എക്സാം. The competitive exam for post of officers in the SBI is scheduled for the last week of May. You know it is a tough exam. നിനക്കറിയാമല്ലോ, you know it is a tough, hard exam, and that it is really difficult to get. It is very difficult to get through it. Get through is a phrase which means pass. പാസ്സാകാൻ വളരെ പ്രയാസമാണെന്ന് എനിക്കറിയാമല്ലോ. It is very difficult to get through it. Anyhow, I am hard at work. ഞാൻ രാത്രിയെ പകലാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I am burning midnight oil in learning all these things. I am hard at work, and the whole summer vacation will be taken up for the preparation. The whole summer vacation for the 2 months will be taken up for the preparation of the All India competitive examinations conducted by SBI.
ലാസ്റ്റ് പാരഗ്രാഫ്. ഐ ആം ഓഫുള്ളി സോറി. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടോ. ഐ ആം ഓഫുള്ളി സോറി ദാറ്റ് ഐ ആം അണേബിൾ ടു അക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. നിൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിക്കാൻ കഴിയാത്തതിൽ എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ട്, വലിയ വിഷമമുണ്ട്. ഐ ആം ഓഫുള്ളി സോറി ദാറ്റ് ഐ ആം നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ ടു സ്പെൻഡ് ദി ഹോളിഡേയ്സ് വിത്ത് യു. ബട്ട് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു സൂൺ. ടു സീ യു സൂൺ. സീ യു സൂൺ എന്നൊരു, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഒരു ഫിലിം ഉണ്ടായിരുന്നു, OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി റിലീസ് ചെയ്ത ഫിലിമായിരുന്നു സീ യു സൂൺ, ഫഹദ് ഫാസിലിൻ്റെയൊക്കെ. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആങ്സിയസ്ലിയാണ്, ആകാംക്ഷയോടെ കാത്തിരിക്കുക. സോ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു സൂൺ ആഫ്റ്റർ ദി എക്സാം. ആഫ്റ്റർ ദി എക്സാം കഴിഞ്ഞാൽ ഉടനെ, മെയ് മാസം അവസാനം എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നീ കത്തെഴുതി അവസാനിപ്പിക്കുന്നു. യേഴ്സ് ഫ്രണ്ട്ലി വരാം, സിൻസിയർലി വരാം. ഏതിനും നമുക്ക് യോജിക്കുന്നത് സിൻസിയർലി ആണല്ലോ. യോഴ്സ് സിൻസിയർലി വയ്ക്കാം, അല്ലെങ്കിൽ സിൻസിയർലി യോഴ്സ് എന്നാകാം. യോഴ്സ് സിൻസിയർലി ഓർ സിൻസിയർലി യുവേഴ്സ്. താഴെ സിൻസിയർലി യുവേഴ്സ് 9. സിൻസിയർലി യുവേഴ്സ് 9. സോ ദിസ് ഈസ് എ മോഡൽ ഫ്രണ്ട്ലി ലെറ്റർ ഓർ ഇൻഫോർമൽ ലെറ്റർ ഓർ പേഴ്സണൽ ലെറ്റർ. ഇതേപോലെ എന്ത് ചോദിച്ചാലും ഇങ്ങനെ മനോഹരമായൊരു ബോഡി എഴുതി ആ ഫോമൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് എഴുതണം. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ക്ലാസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ബിഫോർ 25th of this month.